ഇന്ന് UK പ്രധാന വാർത്തകൾ എന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് ഓടിച്ചു നോക്കാം. ചൈനയൊഴിച്ച് ലോകത്തെ പ്രമുഖ രാജ്യങ്ങളുമായിട്ട് ട്രേഡ് കരാർ ഉറപ്പിക്കാനൊരുങ്ങുന്ന UK കഴിഞ്ഞ ഒരു മാസമായി 3 ട്രേഡ് കരാറുകളാണ് ഒപ്പുവെച്ചിരിക്കുന്നത്. ഇന്ത്യക്കാർക്ക് കൂടുതൽ സ്റ്റുഡൻറ്റ് വിസകളും പ്രൊഫഷണൽ വിസകളും UK സർക്കാർ അനുവദിക്കണമെന്ന ആവശ്യത്തിൽ നിന്ന് ഇന്ത്യൻ സർക്കാർ മയപ്പെടുത്തിയതോടെ ഇന്ത്യ-UK ട്രേഡ് ഡീൽ ഏപ്രിൽ മാസം അവസാനത്തോടെ യാഥാർത്ഥ്യമായിരുന്നു. ഡൊണാൾഡ് ട്രംപിൻ്റെ താരിഫ് യുദ്ധത്തോടെ UK-US ട്രേഡ് ഡീൽ യാഥാർത്ഥ്യമാകില്ലെന്ന് പ്രതീക്ഷിച്ചെങ്കിലും പിന്നീട് ഡൊണാൾഡ് ട്രംപ് തൻ്റെ നയം മയപ്പെടുത്തിയതോടെ UK-US ട്രേഡ് ഡീൽ മെയ് ആദ്യവാരം യാഥാർത്ഥ്യമായി. ബ്രെക്സിറ്റിലൂടെ യൂറോപ്യൻ യൂണിയനിൽ നിന്ന് 2020 പിൻവാങ്ങിയ ബ്രിട്ടൻ 5 വർഷങ്ങൾക്ക് ശേഷം വീണ്ടും യൂറോപ്യൻ യൂണിയനുമായി ഒരു ട്രേഡ് ഡീലിൽ എത്തിയിരിക്കുകയാണ്. ബ്രെക്സിറ്റിന് ശേഷമുള്ള യൂറോപ്യൻ യൂണിയനുമായിട്ടുള്ള ബന്ധം ശക്തിപ്പെടുത്തുന്നതിനു വേണ്ടി മത്സ്യബന്ധന അവകാശങ്ങൾ, വ്യാപാരം, പ്രതിരോധം എന്നീ മേഖലകളിലാണ് UK EUമായിട്ട് ഇപ്പോൾ കരാറിൽ ഏർപ്പെട്ടിരിക്കുന്നത്. ബ്രിട്ടീഷ് സമുദ്രാതിർത്തിയിൽ കയറി 2038 വരെ യൂറോപ്യൻ യൂണിയൻ ബോട്ടുകൾക്ക് മത്സ്യബന്ധനം നടത്താൻ അനുവദിക്കുന്ന നിലവിലെ സ്ഥിതി തുടരുന്നതാണ് ഈ കരാറിലെ പ്രധാനമായിട്ടുള്ള വ്യവസ്ഥ. നിലവിലുള്ള മത്സ്യബന്ധന നിയമനങ്ങൾ നീട്ടിയതിനു പകരമായി യൂറോപ്യൻ യൂണിയനിലേക്കുള്ള ഭക്ഷ്യ കയറ്റുമതിയിലെ പരിശോധനകൾ കുറയ്ക്കുന്നതിനുള്ള കരാർ UK നേടിയിട്ടുണ്ട്. യൂറോപ്യൻ യൂണിയനിലേക്കും തിരിച്ചുമുള്ള മൃഗങ്ങളുടെയും സസ്യങ്ങളുടെയും കയറ്റുമതിയിലെ പതിവ് അതിർത്തി പരിശോധനകളിൽ ഭൂരിഭാഗവും നിർത്തലാക്കും. പുതിയ കരാർ പ്രകാരം ബ്രെക്സിറ്റിന് ശേഷം ആദ്യമായി UKക്ക് അസംസ്കൃത ബർഗറുകളും സോസേജുകളും യൂറോപ്യൻ യൂണിയനിലേക്ക് വിൽക്കാൻ കഴിയും. പ്രതിരോധ വിദേശ നയങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്യാൻ UK യൂറോപ്യൻ യൂണിയൻ ഉദ്യോഗസ്ഥർ 6 മാസത്തിലൊരിക്കൽ യോഗം ചേരും. ബ്ലോക്കിനകത്തും പുറത്തും സൈനികരുടെയും ഉപകരണങ്ങളുടെയും നീക്കം വേഗത്തിലാക്കാൻ ലക്ഷ്യമിട്ടുള്ള യൂറോപ്യൻ യൂണിയനിലെ സൈനിക മൊബിലിറ്റിയെക്കുറിച്ചുള്ള പെസ്കോ പദ്ധതിയിൽ UK ചേരും. പ്രതിരോധ പദ്ധതികൾക്ക് വായ്പ നൽകുന്ന 150 ബില്യൺ പൗണ്ടിൻ്റെ യൂറോപ്യൻ യൂണിയൻ ഫണ്ടായ സെക്യൂരിറ്റി ആക്ഷൻ ഫോർ യൂറോപ്പിൽ UK ആസ്ഥാനമായിട്ടുള്ള ആയുധ കമ്പനികൾക്ക് പ്രവേശനം നേടുന്നതിന് ഈ കരാർ വഴിയൊരുക്കുന്നുവെന്ന് സർക്കാർ പറയുന്നു. യൂത്ത് മൊബിലിറ്റി സ്കീം പദ്ധതിയിൽ കൂടുതൽ സഹകരിക്കാൻ UKയും യൂറോപ്യൻ യൂണിയനും സമ്മതിച്ചിട്ടുണ്ട്. എന്നാൽ ഇത് കൂടുതൽ ചർച്ചകൾക്ക് വിധേയമായിരിക്കും. ഇത്തരമൊരു പദ്ധതിയിലൂടെ യുവാക്കൾക്ക് യൂറോപ്പിൽ വീണ്ടും സ്വതന്ത്രമായി ജോലി ചെയ്യാനും യാത്ര ചെയ്യാനും കഴിയുമെന്ന് സർക്കാർ പറയുന്നു. എന്നാൽ ഇത് സമയബന്ധിതമായി പരിമിതപ്പെടുത്തുമെന്നും കരാർ പറയുന്നുണ്ട്. 18-നും 35-നും ഇടയിൽ പ്രായമുള്ളവർക്ക് 3 വർഷം വരെ ഇരു രാജ്യങ്ങളിലും ജോലി ചെയ്യാനുള്ള വ്യവസ്ഥയും ഈ കരാറിലുണ്ട്. ബ്രിട്ടീഷ് അവധിക്കാല യാത്രക്കാർക്ക് കൂടുതൽ യൂറോപ്യൻ വിമാനത്താവളങ്ങളിൽ ഈ ഗേറ്റുകൾ ഉപയോഗിക്കാൻ ഇനി മുതൽ കഴിയും. 2 പാർട്ടികളും ഈ ഡീലിലൂടെ വിജയിച്ചെന്ന് കെയർ സ്റ്റാർമർ പറയുന്നുണ്ടെങ്കിലും ബില്യൺസ് ഓഫ് പൗണ്ട്സ് മത്സ്യസമ്പത്തുള്ള ബ്രിട്ടീഷ് സമുദ്രാതിർത്തിയെ വെച്ച് കെയർ സ്റ്റാർമറിന് കൂടുതൽ കാര്യങ്ങൾ നേടിയെടുക്കാൻ കഴിയുമെന്നായിരുന്നു കൂടുതൽ പേരും അഭിപ്രായപ്പെട്ടത്. യൂറോപ്യൻ യൂണിയൻ താൽപ്പര്യങ്ങളെ സംരക്ഷിക്കുന്നതിനു വേണ്ടി ബ്രിട്ടീഷ് പ്രൈം മിനിസ്റ്റർ ബ്രിട്ടീഷ് ഫിഷിംഗ് ഇൻഡസ്ട്രിയെ വിറ്റു എന്നാണ് പ്രതിപക്ഷ പാർട്ടികളിൽ ഒന്നായ റിഫോം UKയുടെ നേതാവ് നൈജൽ ഫെറാജ് പറഞ്ഞത്. 1992-നും 2008-നും ഇടയിൽ നിങ്ങൾ UKയിലെ ഏതെങ്കിലും ഷോപ്പിൽ പോയി ക്രെഡിറ്റ് കാർഡ് ആക്സെപ്റ്റ് ചെയ്യുന്ന ഏതെങ്കിലും കടകളിൽ ATM കാർഡ് ഉപയോഗിച്ച് വല്ലതും പർച്ചേസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചുളുവിൽ കുറച്ച് പൗണ്ട്സ് നേടാം. അതിനെക്കുറിച്ചുള്ള വാർത്തയാണ് അടുത്തത്. വെറുതെ പറഞ്ഞതൊന്നുമല്ല, ചരിത്രപരമായ നിയമ പോരാട്ടത്തിനൊടുവിൽ ബാങ്കിംഗ് ഭീമന്മാരായ മാസ്റ്റർ കാർഡിന് UKയിലെ ദശലക്ഷക്കണക്കിന് ആളുകൾക്ക് 70 പൗണ്ട് വരെ നഷ്ടപരിഹാരം കൊടുക്കണമെന്ന് വിധിച്ചിരിക്കുകയാണ്. ആ കാലയളവിൽ നിങ്ങൾക്ക് മാസ്റ്റർ കാർഡ് ഉണ്ടായിരുന്നാലും ഇല്ലെങ്കിലും നിങ്ങൾ ഏതെങ്കിലും ഷോപ്പിൽ പോയി ATM കാർഡ് ഉപയോഗിച്ച് പേയ്മെൻറ്റ് നടത്തിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ലളിതമായിട്ടുള്ള ഒരു ഓൺലൈൻ ഫോം പൂരിപ്പിച്ചിട്ട് 70 പൗണ്ട് വരെ നിങ്ങൾക്ക് നഷ്ടപരിഹാരമായിട്ട് നേടാം. ഇപ്പറഞ്ഞ കാലയളവിൽ നടത്തിയ ഇടപാടുകളിൽ മാസ്റ്റർ കാർഡ് തെറ്റായ ഫീസ് ഈടാക്കിയെന്ന്, അതുമൂലം 46 ദശലക്ഷം ബ്രിട്ടീഷുകാരെ മാസ്റ്റർ കാർഡ് വഞ്ചിച്ചതായി മുൻ സാമ്പത്തിക ഓംബുഡ്സ്മാനായ വാൾട്ടർ മെറിക്സ് കോടതിയിൽ കേസ് ഫയൽ ചെയ്ത് വാദിക്കുകയുണ്ടായി. 10 വർഷത്തിന് ശേഷം ആ കേസിൽ വിധി വന്നിരിക്കുകയാണ്. ഇതിൽ മാസ്റ്റർ കാർഡ് തെറ്റാണെന്ന് കോടതി കണ്ടെത്തുകയുണ്ടായി. ആ കാലത്ത് ഡെബിറ്റ് കാർഡ് ഉപയോഗിച്ചവർക്ക് പോലും ഈ സെറ്റിൽമെൻറ്റ് ഫീസ് കിട്ടാനുള്ള കാരണം എന്തെന്ന് വെച്ചാൽ വ്യാപാരികൾ അവരുടെ പേയ്മെൻറ്റ് നടത്തിയിരുന്നത് മാസ്റ്റർ കാർഡ് ത്രൂ ആണ്. സോ മാസ്റ്റർ കാർഡ് തെറ്റായ ചാർജ് വ്യാപാരികളിൽ നിന്ന് ഈടാക്കിയതിനാൽ വ്യാപാരികൾ സാധനങ്ങളുടെ വില കൂട്ടി കൂടുതൽ ചാർജ് കസ്റ്റമേഴ്സിൽ നിന്നും ഈടാക്കിയിരുന്നു. 200 മില്യൺ പൗണ്ടിൻ്റെ സെറ്റിൽമെൻറ്റാണ് കോടതി ഇപ്പോൾ വിധിച്ചിരിക്കുന്നത്. മുഴുവൻ ആൾക്കാരും ക്ലെയിം ചെയ്തില്ലെങ്കിൽ നിങ്ങൾക്ക് 70 പൗണ്ട് വരെ നഷ്ടപരിഹാരം ലഭിക്കും. കൂടുതൽ ആളുകൾ ക്ലെയിം ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചിലപ്പോൾ 45 പൗണ്ട് മുതൽ 70 പൗണ്ട് വരെയുള്ള നഷ്ടപരിഹാരമായിരിക്കും ലഭിക്കുക. യൂട്ടിലിറ്റി ബിൽ പേയ്മെൻറ്റ്സ് ഒക്കെ വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിൽ നമ്മൾക്ക് ചെറിയൊരു ആശ്വാസം നൽകുന്ന വാർത്ത ഇലക്ട്രിക് റെഗുലേറ്ററായ ഓഫ്ജം പ്രഖ്യാപിക്കുമെന്നാണ് പ്രവചിക്കപ്പെടുന്നത്. ജൂലൈയിൽ വാർഷിക എനർജി ബിൽ ഏകദേശം 129 പൗണ്ടോളം കുറയുമെന്നാണ് പ്രവചിക്കുന്നത്. സാധാരണ അളവിൽ ഗ്യാസും വൈദ്യുതിയും ഉപയോഗിക്കുന്ന ഒരു കുടുംബത്തിന്റെ ബിൽ പ്രതിവർഷം 129 പൗണ്ട് കുറയുമെന്നാണ് കൺസൾട്ടൻസി സ്ഥാപനമായ കോൺവാൾ ഇൻസൈറ്റിലെ വിശകലന വിദഗ്ധർ പ്രവചിക്കുന്നത്. ഇലക്ട്രിക് ആൻഡ് ഗ്യാസ് ഉപഭോക്താവിന് ഡയറക്റ്റ് ഡെബിറ്റ് വഴി അടയ്ക്കുന്ന തുക 1849 പൗണ്ടിൽ നിന്ന്
പ്രതിവർഷം 1720 പൗണ്ടായി കുറയുമെന്നാണ് ഇപ്പോൾ പറയുന്നത്. ഒക്ടോബർ മുതൽ ഊർജ്ജവിലയിൽ വീണ്ടും കുറവുണ്ടാകുമെന്നും അത് 2026 തുടരുമെന്നും കോൺവാൾ ഇൻസൈറ്റ് പ്രവചിക്കുന്നുണ്ട്. UK നമ്മൾ പല സാധനങ്ങൾ മേടിക്കാനായിട്ട് വലിയ ഷോപ്പിലൊക്കെ പോകുമ്പോൾ കയ്യിൽ ക്യാഷ് ഇല്ലെങ്കിലും ബൈ നോ പേ ലേറ്റർ എന്ന് പറഞ്ഞ ഓപ്ഷൻസ് ഒക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ എന്ത് വന്നാലും കുറച്ചൊരു അപ്പ് ഫ്രണ്ട് പൈസ കൊടുത്തിട്ട് ബാക്കിയുള്ളത് ആ സ്കീമിലോട്ടിട്ട് മാറ്റിയിട്ട് നമ്മൾ സാധനങ്ങളൊക്കെ മേടിച്ച് വരാറുണ്ട്. ഇതുപോലത്തുള്ള സ്കീമുകൾക്ക് ഗവൺമെൻറ് ഒരു നിയന്ത്രണം കൊണ്ടുവരാൻ പോവുകയാണ്. അതാണ് അടുത്ത ന്യൂസ്. UK പല ബിസിനസ് സ്ഥാപനങ്ങളും കൂടാതെ ക്ലാർന, ക്ലിയർ പേ, സിംപ്ലിഫൈ ബി എന്ന ലെൻഡിങ് ഏജൻസികളൊക്കെ ഉണ്ട്. സോ നമ്മുടെ കയ്യിൽ പൈസ ഇല്ലെങ്കിൽ പോലും നമുക്ക് സാധനങ്ങൾ ഇതുപോലത്തെയുള്ള ഷോപ്പുകളിലൊക്കെ പോയിട്ട് ആ ആപ്പുകളൊക്കെ ഉപയോഗിച്ച് പർച്ചേസ് ചെയ്ത് മേടിച്ചുകൊണ്ട് വരാം. ചിലപ്പോൾ 5-6 മാസത്തേക്ക് പേയ്മെൻ്റ് ഒന്നും അടച്ചില്ലെങ്കിലും അവസാനം ചിലപ്പോൾ ഫുള്ളായിട്ട് അടക്കേണ്ടി വരും, അല്ലെങ്കിൽ ഇൻസ്റ്റാൾമെൻറ്റ് ഓപ്ഷനൊക്കെ ഉണ്ട്. പക്ഷേ അവർ തന്നിരിക്കുന്ന കാലാവധിക്കുള്ളിൽ നമ്മൾ പേയ്മെൻറ്റ് നടത്തിയില്ലെങ്കിൽ ചിലപ്പോൾ പലിശ എന്ന് പറയുന്നത് 12% മുതൽ 25% വരെയൊക്കെയാണ്. അതുപോലെ പെട്ടുപോകുന്ന ആളുകളെ രക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് ഗവൺമെൻറ് പുതിയൊരു നിയമം കൊണ്ടുവരാൻ പോകുന്നത്. ബോറോവേഴ്സിന് ഫിനാൻഷ്യൽ കപ്പാസിറ്റി കാര്യമായിട്ട് ചെക്ക് ചെയ്യാതെയാണ് ഇതുവരെ പല ഏജൻസികളും പൈസ ഇങ്ങനെ കടം കൊടുത്തുകൊണ്ടിരുന്നത്. അതുമൂലം ആളുകൾ തങ്ങളുടെ റീപേയ്മെൻറ്റ് കപ്പാസിറ്റി നോക്കാതെ സാധനങ്ങളൊക്കെ മേടിച്ചുകൊണ്ട് കടക്കണിയിലേക്ക് വീഴുകയാണ്. കഴിഞ്ഞ വർഷം ഏകദേശം 22 ലക്ഷത്തോളം ആളുകൾ ഇതുപോലത്തുള്ള ലെൻഡിങ് ആപ്പുകൾ ഉപയോഗിച്ച് വളരെയധികം സാധനങ്ങൾ മേടിച്ചു കൂട്ടി കടക്കണിയിലാകാൻ ചാൻസ് ഉണ്ടെന്നാണ് ഗവൺമെൻറ് പറയുന്നത്. ഇപ്പോൾ ഗവൺമെൻറ് പറഞ്ഞിരിക്കുന്നത് ഇനി മുതൽ ആളുകളുടെ അഫോർഡബിലിറ്റി ചെക്ക് നല്ലോണം ചെയ്തതിന് ശേഷം മാത്രമേ ആളുകൾക്ക് ഇങ്ങനെ പൈസ കടം കൊടുക്കാൻ പാടുള്ളൂ എന്നുള്ളതാണ്. അതുമൂലം ആളുകളെ കടത്തിലേക്ക് തള്ളിവിടാൻ ഗവൺമെൻറ് ആഗ്രഹിക്കുന്നില്ല എന്നാണ് ഇതിൽ നിന്നർത്ഥം. ഇത് കൂടാതെ തന്നെ ഷോപ്പേഴ്സിന് ഫാസ്റ്റ് റീഫണ്ട് കിട്ടാനുള്ള ഓപ്ഷനും ഗവൺമെൻറ് കൊണ്ടുവരാൻ പ്ലാൻ ചെയ്യുന്നുണ്ട്. ലോക്കൽ ഫാർമേഴ്സിനെ പിന്തുണയ്ക്കുന്നതിനും NHSകളുടെ ഭാവി സംരക്ഷിക്കുന്നതിനും വേണ്ടി ആരോഗ്യകരമായ ഭക്ഷണം കഴിക്കുന്ന ഒരു തലമുറയെ വാർത്തെടുക്കുന്നതിനു വേണ്ടി വെൽഷ് സർക്കാർ പ്രൈമറി സ്കൂളുകളിൽ നൽകി പോന്നുകൊണ്ടിരിക്കുന്ന ഫുഡ് മെനുവിൽ മാറ്റം വരുത്താൻ തീരുമാനിച്ചിരിക്കുകയാണ്. വെയിൽസിൽ ഒരു പുതിയ കണക്ക് പ്രകാരം റിസപ്ഷൻ ഏജിൽ പഠിക്കുന്ന 4-ൽ 1 കുട്ടി ഓവർ വെയ്റ്റ് ഒബീസ് കാറ്റഗറിയിൽ പെടുന്നതാണ്. കുട്ടികൾ വളരെയധികം പഞ്ചസാര അടങ്ങിയ ഉൽപ്പന്നങ്ങൾ കഴിക്കുന്നുണ്ടെന്നും ആവശ്യത്തിന് പഴങ്ങൾ, പച്ചക്കറികൾ, ധാന്യങ്ങൾ മുതലായവ കഴിക്കുന്നില്ലെന്നും തെളിവുകൾ കാണിക്കുന്നതായി വെയിൽസ് സർക്കാർ പറഞ്ഞിരുന്നു. അതുമൂലം വെയിൽസിലെ പ്രൈമറി സ്കൂളുകളിലെ ഫുഡ് മീലുകളിൽ ഇനി മുതൽ കൂടുതൽ പച്ചക്കറികളും പഴങ്ങളും ഉൾപ്പെടുത്തും. ആരോഗ്യപരമായ ഭക്ഷണ പദ്ധതിയുടെ ഭാഗമായി കൂടുതൽ ഫ്രൈഡ് ഭക്ഷണങ്ങൾ കുറയ്ക്കാനും സർക്കാർ തീരുമാനിച്ചിട്ടുണ്ട്. കുട്ടികൾ മികച്ച പ്രകടനം കാഴ്ചവെക്കുന്നതിന് നല്ല പോഷകാഹാരം അത്യാവശ്യമാണെന്ന് വിദ്യാഭ്യാസ സെക്രട്ടറി ലീൻ നീഗൽ പറഞ്ഞു. ഇതുവരെ ഈ വിസയിലേക്ക് മാറാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ വേഗം തന്നെ മാറിക്കൊള്ളണം. ഈ വരുന്ന ജൂൺ 1-ാം തീയതി മുതൽ കംപ്ലീറ്റ്ലി ഈ വിസയിലേക്ക് മാറുകയാണ്. എന്നിരുന്നാലും UK ഏകദേശം 7 ലക്ഷത്തോളം ആളുകൾ ഇതുവരെ ഈ വിസയിലേക്ക് മാറിയിട്ടില്ലെന്നാണ് ഗവൺമെൻറ് കണക്കുകൾ പറയുന്നത്. ഈ വിസയ്ക്ക് അർഹതയുള്ള 40 ലക്ഷം ആളുകളാണ് UK എന്നാൽ ഇതിൽ 33 ലക്ഷം ആപ്ലിക്കേഷൻസ് മാത്രമേ ഇതുവരെ ഹോം ഓഫീസിന് ലഭിച്ചിട്ടുള്ളൂ. ഫോട്ടോ പതിച്ച ഈ വിസയാണ് ഇപ്പോൾ നാട്ടിൽ നിന്ന് പോരുമ്പോൾ മിക്ക എയർപോർട്ടുകളിലും ഉദ്യോഗസ്ഥർ ചോദിക്കുന്നത്. നിങ്ങൾ ഈ വിസയിലോട്ട് മാറിയിട്ടുണ്ടെങ്കിൽ അതിൽ നിങ്ങളൊരു ഫോട്ടോ ആഡ് ചെയ്യാൻ കൂടെ മറക്കരുത്. കൂടുതൽ UK, യൂറോപ്പ്, USA വാർത്തകൾക്കായിട്ട് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങൾ മറക്കരുത്.